ഭീകരബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജമ്മു കശ്മീരിൽ 3 സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിട്ടു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് നടപടി സ്വീകരിച്ചത്. ശക്തമായ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ഗവർണറുടെ ഓഫീസ് അറിയിച്ചു. ഓഫീസർ മാലിക് ഇഷ്ഫാഖ് നസീർ, സർക്കാർ സ്കൂൾ അധ്യാപകൻ അജാസ് അഹമ്മദ്, ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ അസിസ്റ്റന്റ് വസീം അഹമ്മദ് ഖാൻ എന്നിവരെയാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. ലഷ്കർ-ഇ-തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ പാക് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അറിയിച്ചു. 2018 മാധ്യമപ്രവർത്തകൻ ഉൾപ്പെടെ 3 പേരെ ഭീകരർ വധിച്ച സംഭവത്തിന്റെ ഗൂഢാലോചനയിൽ വസീം ഖാന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2018 കൊല്ലപ്പെട്ട ഭീകരൻ മാലിക് ആസിഫ് നസീറിന്റെ സഹോദരനാണ് സിവിൽ പോലീസ് ഓഫീസർ മാലിക് ഇഷ്ഫാഖ് നസീർ. ഇയാൾ ആയുധക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ജമ്മു കശ്മീരിൽ ഭീകരബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയ 80-ലധികം സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിട്ട് നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി.